നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 28. അതിങ്ങനെ പറയുന്നു, ഫോർ എ സർട്ടൺ റിയാക്ഷൻ അറ്റ് 300 കെൽവിൻ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട് 10 എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ഡെൽറ്റ G0 ഫോർ ദ സെയിം റിയാക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ പഠിക്കുന്ന അടുത്ത ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഡെൽറ്റ, ഇത് നമ്മൾ ഇക്വിലിബ്രിയത്തിലും പഠിക്കുന്നുണ്ട്, തെർമോഡൈനാമിക്സിലും പഠിക്കുന്നുണ്ട്, ഇലക്ട്രോ കെമിസ്ട്രിയിലും പഠിക്കുന്നുണ്ട്. 3 ചാപ്റ്ററിൽ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഗിബ്സ് ഫ്രീ എനർജി ഡെൽറ്റ G0 -2.303 RT log KC എന്നാണ്. നമുക്ക് K എന്നങ്ങ് എടുക്കാം. അപ്പോൾ ഡയറക്റ്റായിട്ട് കൊടുക്കുക 2.303 R 8.314 ടെമ്പറേച്ചർ 300 കെൽവിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലോഗ് 10 1 അല്ലേ. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. അത് 57.44 കിലോ ജൂൾ പെർ മോൾ എന്ന് പറഞ്ഞൊരു ആൻസറിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് ആൻസർ 57 ആണ്. ആൻസർ -57 ആണ്. അപ്പോൾ അത് മാഗ്നിറ്റ്യൂഡാണ് പറയേണ്ടത്. സോ 57. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, നേരിട്ട് ആപ്ലിക്കേഷൻ. അതായത് ചുമ്മാതൊരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം എഴുതുന്ന ഒരു +1 അല്ലെങ്കിൽ +2 വിദ്യാർത്ഥി ബുക്കിൽ ഫോർമുല ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. നമ്മൾ വളരെ പാടാണെന്ന് കരുതുന്ന JEE മെയിൻസും ചോദിച്ചത്. അപ്പം NCERT പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഒരു പ്രയാസവും ഈ ഫീൽഡിൽ ഉണ്ടാകില്ല. എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.